മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധി. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ധർമ്മസ്ഥലയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് കോടതി ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നു. ശുചീകരണ തൊഴിലാളി ഈ അസ്ഥികൂടവുമായി കോടതിയിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ച പശ്ചാത്തലത്തിൽ മുഴുവൻ ഇടങ്ങളിലും പരിശോധന നടത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. മുഹമ്മദ് റഹീസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഇത് നടുക്കുന്ന വിവരങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മുന്നിൽ ആകെയുള്ളത് ഈ ശുചീകരണ തൊഴിലാളി നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ മാത്രമാണ്. താൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് പൊതുജനങ്ങളെ കാണിക്കാനും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുമാണ് കുഴിച്ചിട്ട മൃതശരീരങ്ങളിൽ നിന്ന് അതേ സ്ഥലത്ത് നിന്ന് തലയോട്ടിയും അസ്ഥിയും എടുത്തുകൊണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ ഇയാൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ പോലീസിൻ്റെ പരിശോധന വേണമെന്നതാണ്. അവിടുത്തെ നാട്ടുകാർക്ക് വളരെ വലിയ പരാതി ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത് ഭരണകൂടങ്ങൾ ഒന്നും തന്നെ എത്ര പരാതിപ്പെട്ടാലും ഈ കേസുകൾ അന്വേഷിക്കാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ പോലും തയ്യാറാകുന്നില്ല എന്നതാണ്. എന്താണിപ്പോൾ ധർമ്മസ്ഥലയിലെ ഈ ദുരൂഹ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏത് തരത്തിലാണ് ഈ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്? പോലീസ് അടക്കമുള്ള ഭരണ സംവിധാനങ്ങളിൽ ഗ്രാമവാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. അത് വീണ്ടെടുക്കാൻ ഈ കോടതി ഇടപെടൽ കൊണ്ട് സാധിക്കുമോ? GK, ഒരുപക്ഷെ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരാൾ വന്ന് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ എന്നുള്ള ഘട്ടത്തിൽ പല മാധ്യമങ്ങൾ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ വീക്ഷിച്ച ഒരു സംഭവമാണിത്. പക്ഷേ അതൊന്നും അങ്ങനെയല്ല എന്ന് ഏതാണ്ടൊക്കെ അത്ര എളുപ്പത്തിൽ അതിനെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി സൂചിപ്പിക്കുന്നത്. കാരണം അവിടെയുള്ള ചില പ്രദേശവാസികളുമായും ഒപ്പം തന്നെ ചില മാധ്യമപ്രവർത്തകരുമായും ഒക്കെ സംസാരിക്കുമ്പോഴേക്കും അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് ഗൗരവം വന്നിരിക്കുന്നു. ആളുകൾ ഇതിൻ്റെ ഒരു സീരിയസ്നെസ് ഏറ്റെടുത്തിരിക്കുന്നു. അവർ പറയുന്നത് കഴിഞ്ഞ ഒരു 50-60 വർഷമായി 2015 വരെയുള്ള കാലത്ത് അവർ വലിയ ഭീതിയിലായിരുന്നു. ആർക്കുമെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്ന ആ ഒരു സംഘം, അത് ഏതാണ്ട് 1-2 പേർ ചേർന്നതല്ല, ഒരു സാമൂഹ്യ വിഭാഗം മാത്രം ചേർന്നതല്ല, ഒരു വലിയ ടീമാണ്. ആ ഒരു ടീമിൽ പല തൊഴിലാളി വിഭാഗങ്ങളിൽപ്പെട്ട പല ആളുകളുമുണ്ട്. അങ്ങനെ വലിയ ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിനെതിരെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത ഒരു സമൂഹമായിരുന്നു അവർ. പക്ഷെ അവർക്ക് ഇപ്പോൾ കുറച്ചൊക്കെ ധൈര്യം വന്നിരിക്കുന്നു. അവർ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്നു. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ അവർ രംഗത്ത് വരുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അത് എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇനി ഉഴപ്പാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറും. രണ്ടാമത്, ഈ ഒരു ശുചീകരണ തൊഴിലാളി കേവലം എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുകയോ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയോ മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പോലീസിന് കോടതിക്ക് നൽകിയ വിവരങ്ങളിൽ താൻ എവിടെയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുള്ളത്, എവിടെ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു പട്ടിക അടക്കമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതൊരു നമ്പർ എന്നുള്ള രീതിയിൽ ഒരു അക്കമിട്ട് ഒരു സംഖ്യ അങ്ങ് പറയുകയല്ല ചെയ്തത്, മറിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ ഡേറ്റുകൾ സഹിതം അദ്ദേഹം അത് കോടതിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പോലീസിന് ഇനി ഓരോന്നും കൃത്യമായി പരിശോധിക്കേണ്ടി വരും. ഇതുവരെ, അതായത് 1995 മുതൽ 2014 വരെ ശുചീകരണ തൊഴിലാളിയായി ധർമ്മസ്ഥലത്തും അതിന്റെ സമീപ പ്രദേശങ്ങളിലും ജോലി ചെയ്തിരുന്ന ഈ ശുചീകരണ തൊഴിലാളിക്ക് 2014 നാട് വിട്ടും പോകേണ്ടി വന്നത് അയാളുടെ തന്നെ കുടുംബത്തിലുള്ള പെൺകുട്ടികളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ്. മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അയാളുടെ സൂപ്പർവൈസറോട് പറയുന്നു, ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ക്രൂരമായി മർദ്ദിച്ചു എന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇനി ഇതിൽ ഈ ശുചീകരണ തൊഴിലാളി പറയുന്നത് ഇതൊക്കെ ആരാണ് ചെയ്തിട്ടുള്ളത് എന്നതിൻ്റെ മുഴുവൻ വിവരങ്ങളും പേര് വിവരങ്ങൾ സഹിതം ഞാൻ പോലീസിന് വെളിപ്പെടുത്താൻ തയ്യാറാണ്. കുറ്റബോധം കൊണ്ടാണ് ഇത് പറയുന്നതെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പക്ഷേ വേണ്ടത് എനിക്കും എൻ്റെ കുടുംബത്തിനും പോലീസ് സുരക്ഷയാണെന്നാണ്. ഈ പോലീസ് സുരക്ഷ ഉറപ്പാക്കാൻ കോടതി ഇടപെട്ടിട്ടുണ്ടോ? ഇയാൾക്ക് എല്ലാ വിവരങ്ങളും സത്യസന്ധമായും സ്വതന്ത്രമായും നിർഭയമായും പോലീസിനോട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ ഇപ്പോൾ അഭിഭാഷകർ, റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥർ, ചില മാധ്യമപ്രവർത്തകർ, ഇങ്ങനെ തുടങ്ങി ഒരു വലിയ സംഘം തന്നെ ഇതിൽ വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവർക്ക് കരുത്തു പകരുന്ന രീതിയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്?
GK നിലവിൽ ഏതാണ്ട് അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം ഇത് ഒരാളുടെ ശബ്ദമല്ല എന്ന നിലയിലേക്ക് എന്തായാലും അവിടുത്തെ ആ ഒരു മണ്ണ് പുരോഗമിച്ചിരിക്കുകയാണ്. അവിടുത്തെ സമൂഹത്തിൽ നിന്നും അതിൻ്റെതായിട്ടുള്ള ഒരു പിന്തുണ പല കോണിൽ നിന്നും ദിനം പ്രതി അത് ഉയർന്നു വരികയാണ്. കാരണം ഇദ്ദേഹം ഓരോന്നും തെളിവ് സഹിതമാണ് നൽകുന്നത് എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം അവിടുത്തെ ആളുകളിൽ ഇപ്പോൾ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള സുരക്ഷ നൽകണമെന്ന് പറയുന്നുണ്ട്. കാരണം 10 വർഷം മുൻപ് നാട് വിട്ടുപോയി ഒളിച്ച് താമസിച്ച ആളാണ്. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന സംഘത്തിന്റെ ഈ ഒരു നെക്സിന്റെ കണ്ണിൽപ്പെട്ടാൽ തന്നെ ഇല്ലാതാക്കി കളയുമെന്ന് ഇയാൾക്ക് ഉറപ്പായിരുന്നു. അത് GK സൂചിപ്പിച്ചതുപോലെ 2014 സ്വന്തം കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നിൽ ഈ ഒരു നെക്സിസ് ആണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയും അത് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഇനി എന്തായാലും അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്റെ ജീവൻ ബാക്കി ഉണ്ടാവില്ല, കുടുംബത്തിനെ കൊന്നുകളയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാത്രിക്ക് രാത്രി വീട് വിട്ട് 10 വർഷം ഒളിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യനും ഒരു കുടുംബവുമാണ് ഇവരുടേത്. അപ്പോൾ അതിനുശേഷം ഇവർ തിരിച്ചു വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വശം ആളുകൾ ബോധ്യപ്പെടണം, ഒപ്പം തന്നെ താൻ പറയുന്നതിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ കോടതിയിലും പോലീസിലും ഒക്കെ എത്തിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരു സംഭവം കൂടി ഉണ്ടായി. അതായത് പോലീസ് ഇദ്ദേഹത്തിന് സംരക്ഷണം നൽകണം എന്നുള്ളത് കോടതി പറയുമ്പോഴും ഇദ്ദേഹത്തിന്റെ ചില വിവരങ്ങൾ അടങ്ങുന്ന ഒരു FIR-ന്റെ കോപ്പി അത് പുറത്തു വരികയുണ്ടായി. അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തു. അതിനാണ് ഇന്ന് വൈകിട്ട് ദക്ഷിണ കന്നഡ SP ഒരു മറുപടി നൽകിയിരിക്കുന്നത്. അതായത് പ്രത്യേക അന്വേഷണ സംഘം വേണമോ എന്നുള്ളത് ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയോടും അദ്ദേഹത്തിന്റെ അഭിഭാഷകരോടും ചോദിക്കും. മറ്റാർക്കും അക്കാര്യത്തിൽ ഒരു എതിർപ്പില്ല എന്നുള്ള ഏതായാലും ആ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ശുചീകരണ തൊഴിലാളി ഇപ്പോൾ സുരക്ഷിതമായ ഇടത്തിലാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.